തനിനാടൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാൽപ്പത്തി ഭരിക്കുമോ, അതോ നക്ഷത്രം ഭരിക്കുമോ, അതോ ചെമ്പരത്തിപ്പൂ കേരളത്തിൽ വിരിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഞങ്ങളുടെ റിപ്പോർട്ടർമാരുണ്ട്. തത്സമയം സംപ്രേഷണം നിങ്ങളിട്ട് എത്തിക്കുന്നതായിരിക്കും. അതെ, അടുത്ത 5 കൊല്ലം കേരളം ആര് ഭരിക്കും ഉടനെ കാണാം. ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ചൂടോടുകൂടിയുള്ള വാർത്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. അതെ രാഷ്മിൻ, താങ്കൾക്ക് പാർട്ടിയുണ്ടോ? എനിക്ക് പാർട്ടിയില്ല. അതെ, താങ്കൾക്ക് പാർട്ടിയുണ്ടോ? എനിക്ക് പാർട്ടിയില്ല. എന്റെ കല്യാണത്തിന് പോലും ഞാൻ പാർട്ടി വെച്ചില്ലായിരുന്നു. അയ്യോ, കല്യാണത്തിന് തലേ ദിവസം ഞാനൊരു കവറിൽ കൊണ്ട് 1000 രൂപ വന്ന ടീ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അത് റിസപ്ഷൻ, ഇത് പാർട്ടി. എന്നാലും എന്റെ 1000 രൂപ പോയി കിട്ടി. അതെ, വളരെ രസകരമായിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണ്? രാഷ്മിനാണ് മെസ്സേജ്. എനിക്കാണോ? താങ്കൾ ഈയിടെ ഭയങ്കര സുന്ദരനാണെന്നാണ് ബാബു പറയുന്നത്. കൊല്ലത്തുനിന്നുള്ള ബാബുവേ ഉമ്മ. അതെ അതെ, ആ ഉമ്മ ബാബു കൈക്കൊള്ളാൻ വരട്ടെ. കാരണം സുന്ദരനല്ല, അത് ഡൈ വാരി തേച്ചിരിക്കുകയാണ് താടിയിൽ. എങ്ങനെയുണ്ട് ഡൈ കോമഡി? ചൂടുള്ള വാർത്തകൾ തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചൂടുള്ള ചളി വാരി എറിയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം കംപ്ലീറ്റ് ഉള്ള റിസൾട്ട് നമ്മൾ ഇന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റുഡിയോയുടെ പുറത്ത് എന്താ മറ്റേ ലോട്ടറി കച്ചവടം സ്റ്റുഡിയോയുടെ പുറത്ത്. അല്ല കിരൺ, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇനിയിപ്പോ തോക്കുന്ന പാർട്ടി എന്താണെങ്കിലും ലോട്ടറി കച്ചവടമെങ്കിലും ചെയ്ത് ജീവിക്കണ്ടേ? നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഇന്നാണ് അടിച്ചേപ്പിക്കുകയല്ല. നമ്മൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഈ ചൂടായ വാർത്ത ചൂടായിട്ട് ഒരു ചായ കിട്ടും, ചായം കിട്ടും, പഴം കിട്ടും. അവിടെ പോയി കഴിച്ചാൽ മതി. നിങ്ങൾ ഒന്ന് നിർത്തൂ. നിങ്ങൾ ഇത് ശ്രദ്ധിക്കൂ. ഇപ്പോൾ കിട്ടിയ വാർത്ത എത്ര ജാക്കറ്റ് വാർത്തയാ? അല്ല, വാർത്ത എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് 3 പാർട്ടിയും വിജയിക്കുമെന്ന് പറയുന്നു. അവരുടെ അട്ടിമറി വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ആര് ജയിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. കോട്ടയം ടൗണിന്റെ നഗരഭാഗമായ മുനിസിപ്പൽ മൈതാനത്തിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ നിതീഷ് ഇപ്പോൾ ലൈനിലുണ്ട്. നിതീഷ്, കേൾക്കാമോ? നിതീഷ് കേൾക്കുന്നുണ്ടോ? നിതീഷ് കേൾക്കുന്നുണ്ടോ? നിതീഷ്, കിരൺ പറഞ്ഞോളൂ കിരൺ, പറഞ്ഞോളൂ. ഞാൻ കോട്ടയം മുനിസിപ്പാലിറ്റി മുമ്പിൽ നിൽക്കുകയാണ്, പറഞ്ഞോളൂ. അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പോ ഞാൻ മാത്രമല്ല, ജനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന JDF-ന് മുന്നേറ്റമുണ്ടോ? ഇവിടെ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന മുനിസിപ്പാലിറ്റി ഫ്രണ്ടിൽ ഭയങ്കര തിക്കും തിരക്കും, ഭയങ്കര മഹാപ്രളയം നടക്കുകയാണ്. ജനങ്ങളുടെ മഹാപ്രളയം നടക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് പാർട്ടിയിലേക്ക് പോലും JDF ജയിക്കണമെന്നാണ് ജനങ്ങളുടെ എല്ലാ ആഗ്രഹം. JDF-ന് വേണ്ടി ഇടിച്ചു കയറ്റമുണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യണം, അടിച്ചോട്ട്. JDF-ന്റെ തള്ളിക്കയറ്റം ഉണ്ടോ? കിരൺ, ഇവിടെ JDF-ന്റെ തള്ളിക്കയറ്റമില്ല, ഇവിടെ ജവാന്റെ തള്ളിക്കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ജവാൻ ഓരോ പാർട്ടിക്കാരും ജയിച്ച് ഓരോ സീറ്റ് നേടുന്തോറും ഓരോ ഫുൾ ഇവിടെ മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ മദ്യത്തിന്റെ പ്രളയത്തിൽ ഞാൻ മുങ്ങി താകുമെന്നാണ് തോന്നുന്നത്. ഒന്ന് വെയിറ്റ് അതൊന്ന് അടിച്ചോട്ടെ ഇത്തിരി. അല്ല ഹലോ, ക്ലിയർ ആവുന്നില്ല. താങ്കൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ലൈൻ കട്ടായിരിക്കുകയാണ്. താങ്കൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല നിതീഷ്. ക്ലിയർ ആവുന്നില്ലേ? ഇല്ല. കാരണം ഉള്ളിലോട്ട് ചെന്നോട്ട് നിനക്ക് ഞാൻ ശമ്പളം ചോദിക്കാൻ തരാൻ ഭയങ്കര മടിയല്ലേ? നല്ല പിടുത്തോണ്ട് എനിക്ക് എന്തിനു വേണമെന്ന് അറിഞ്ഞോടാ കേട്ടോ. സിഗ്നൽ കട്ട് ചെയ്തോ? അതാ, നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇപ്പോ ചെറിയ സാങ്കേതിക തകരാറുകൾ കാരണം ലൈൻ കട്ടായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആഷ്മിൻ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്? അറിയപ്പെടുന്ന പല സ്ഥലത്ത് നിന്നും തുടങ്ങി കഴിഞ്ഞു നമുക്ക് റിസൾട്ട്. ഇപ്പോ JDF 20 സീറ്റോളം JDF 20, RP നക്ഷത്ര RP 32 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു. RJP ഇപ്പോൾ 19 സീറ്റാണ് നിൽക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് RP 32 സീറ്റിൽ മത്സരിക്കും. 20 എത്തി കഴിഞ്ഞു. 20 RJP ഇപ്പോഴും 19 20 32. രസകരമായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ 20-35 ആയപ്പോഴും ഇവിടെ ഒരാൾ 19 കിടക്കുന്നേ ഉള്ളൂ. അതാണ് രസകരമായിട്ടുള്ളത്. 19 കിടക്കുന്നേ ഉള്ളൂ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കിരൺ. നമുക്കെല്ലാവരും പട്ടിണി കിടന്ന് ചാവാനായിരിക്കും പുലിയുടെ വിധി. ഇപ്പോഴും 19 തന്നെ നിൽക്കുകയാണ്. ഞാൻ പറയുന്നു JDF മാത്രമേ ഇവിടെ ജയിക്കുന്നു. ഇടുക്കിയിൽ നിന്നും ബൈജു ആണ് നമ്മളിലേക്ക് ചേരുന്നത്. ബൈജു, എന്താണ് ഇപ്പോൾ ഇടുക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? റാഷ്മി, ഞാൻ കോട്ടയത്ത് നിന്ന് ഇപ്പൊ ഇടുക്കിയിലോട്ട് ഓടി എത്തിയതേ ഉള്ളൂ. ഡ്രസ് മാറിക്കോട്ടെ. കേൾക്കുന്നില്ല. ചെറിയ സാങ്കേതിക തകരാറുകൾ കൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. അതെ, ഇടുക്കിയിൽ JDF-ന് മുന്നേറ്റമുണ്ടോ? കിരൺ കോട്ടയത്ത് ഇടുക്കി എത്തിക്കുകയാണ്. എന്താണ് മറ്റേ കോട്ടയത്തെക്കാളും ഇടുക്കിയിൽ എന്താണ് വ്യത്യസ്തത? ബമ്പം വിപ്ലവോടെ എന്താണ്? കോട്ടയം ഒന്നുമല്ല, ഇടുക്കിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്താണ്? കോട്ടയത്ത് മദ്യത്തിന്റെ ഒഴുക്കാണെങ്കിൽ ഇവിടെ ഇടുക്കി ഗോൾഡിന്റെ കഞ്ചാവിന്റെ ഒഴുക്കാണ്. ഓരോ സീറ്റ് നേടി മുന്നോറും തോറും ഓരോ കെട്ട് കഞ്ചാവാണ് ഓരോ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്, നാട്ടുകാർക്ക് കൊടുക്കുന്നത്. റിസൾട്ട് പറയാം. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരാൾ ജയിച്ചു. നമുക്കെന്ത്? അവൻ ജയിച്ച അവന്റെ വീട്ടുകാരും കൊള്ളാം, നമുക്കെന്ത് കാര്യം? ഇന്ത്യയുടെ അഭിപ്രായത്തില് ഇവിടെ ഒരു മൊത്തം മിക്കവാറും ഒരു 15 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ജയിക്കും. അവൻ കഞ്ചാവ് അറിയിക്കണേട്ടാ. താങ്കളുടെ ഈ വാർത്തയല്ല, കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? താങ്കളുടെ അഭിപ്രായം എന്താണ്? മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ശോഭരാജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാണ് ഇതെല്ലാം വിഷയം. അവൻ കഞ്ചാവ് പിടിച്ചിരിക്കണം, അവനെ പുറത്താക്കും. പുതിയ റിസൾട്ട് മാറി വരുന്നു. ആദ്യം അത് പറയട്ടെ. 19 നിന്ന് 20 എത്രയാണ്? ഞങ്ങളിപ്പോ 32, 40
42, 40, 20, 20, 40, 42. താങ്ങിനെ എണ്ണിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷേ JDF മാത്രം മുന്നേറുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറയാം. താങ്കളുടെ സൗഹൃദം വെച്ച് ഞാൻ പറയുന്നത് JDF മുന്നേറുള്ളൂ. JDF അല്ലേ ഇവിടെ നക്ഷത്രമേ മുന്നേറുള്ളൂ. എന്താ ഇവിടെ RPM മുന്നേറുള്ളൂ? ഉറപ്പിക്കാൻ പറ്റില്ല. ചില്ലറ കാലമല്ല. നീ ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ പറയാം. എന്ത് തീരുമാനം റിസൾട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എ ഷോർട്ട് ബ്രേക്ക്. തല്ലുപിടിച്ചു. തനിനാടൻ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ന്യൂ രാജണ്ണൻ മാർബിൾ. ഞങ്ങളുടെ മറ്റൊരു ശത്രു സ്ഥാപനം ന്യൂ ബാവോണ്ണൻ മാർബിൾ. നമുക്ക് തനിനാടൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് വീണ്ടും തിരിച്ചു വരാം. കിരൺ, എന്താണ് ഇപ്പോൾ റിസൾട്ട് വന്നോ? നോക്കട്ടെ. റിസൾട്ട് വന്നു കേട്ടോ. റിസൾട്ട് വന്നു. മൂത്രത്തിൽ പഴുപ്പുണ്ടോ? ഏത് പാർട്ടിക്കാണ് മൂത്രത്തിൽ പഴുപ്പ്? അല്ല, പാർട്ടിക്കല്ല. ഞാൻ നല്ല മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത അതിന്റെ റിസൾട്ട് വന്നു. മൂത്രത്തിൽ പഴുപ്പുണ്ടോ? എനിക്ക് വെള്ളം കുടിക്കണമെന്ന്. നാട്ടുകാരെ വെള്ളം കുടിപ്പിച്ചാൽ മാത്രം പോരാ, താനും കുടിക്കണം വെള്ളം. അല്ല, ഞാൻ വെള്ളം കുടിക്കാൻ കാര്യമില്ലല്ലോ. രാഷ്മിൻ, എന്താ കാര്യങ്ങൾ? ഇനിയിപ്പോ നോക്കേണ്ട കാര്യമില്ല. കേരളം കംപ്ലീറ്റ് നക്ഷത്രം തൂത്ത് വരുന്ന അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. നക്ഷത്രം കേരളം കംപ്ലീറ്റ് നക്ഷത്രം തൂത്ത് വരുന്ന ഒരു അവസ്ഥയിലോട്ട്. ഒരിക്കലും നക്ഷത്രം എത്താൻ സാധ്യല്ല. കാരണം ഞങ്ങൾ തന്നെ JDF ഇപ്പം ഒരു 50ഓളം സീറ്റ് പിടിച്ചു. 50 അല്ല 55 സീറ്റ് ഭൂരിപക്ഷത്തിൽ വഹിക്കുകയാണ്. 50ഓളം നക്ഷത്രം തൂത്ത് വരുന്ന അവസ്ഥയാണ്. RPA വിജയിക്കും. ഇപ്പോൾ കിട്ടിയ ചൂടുള്ള വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേരളത്തിൽ കാൽപ്പത്തി കാലുകുത്തുമെന്ന് പറഞ്ഞിട്ട് കാൽപ്പത്തിയുടെ കാൽ തല്ലിയൊടിച്ചു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നക്ഷത്രം തിളങ്ങുമെന്ന് പറഞ്ഞിട്ട് നക്ഷത്രത്തെ കാർമേഘം വന്ന് മൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെമ്പരത്തി വിരിയില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ ചെവിയിൽ ചെമ്പരത്തി പൂ ചൂട് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ എത്തുന്നത്. മാത്രമല്ല, കേരളം ഒട്ടാകെ ചെമ്പരത്തി തൂത്തുവാരിയിരിക്കുകയാണ്. ചെമ്പരത്തി ഇപ്പോൾ അടുത്ത 5 വർഷവും ചെമ്പരത്തി RJP ആണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ്. ഇത്രയും നാളെ JDF ഇത്രയും കയറി നിന്നപ്പോൾ ചെമ്പരത്തി എങ്ങനെ കയറി വന്നു എന്നുള്ളൊരു ഇത് ബിന്ദുജ 140 അറിയുന്നിടത്ത് 110 അറിഞ്ഞിട്ടുള്ളൂ. 30 സ്ഥലത്തൂടെ ഇനി കിടക്കുകയാണ്. എങ്ങനെ ഇത് പറയുന്നു? JDF-ഉം RJP-യും തകരും. ഇവിടെ നക്ഷത്ര അധികാരത്തിൽ വരും. നക്ഷത്ര അധികാരത്തിൽ വരുന്നത് തനിക്കെന്താണോ? നക്ഷത്ര അധികാരത്തിൽ വരുന്നുണ്ട്. പാർട്ടിയില്ലെന്ന് പറഞ്ഞാൽ നക്ഷത്ര അധികാരത്തിൽ എനിക്ക് പാർട്ടിയില്ല, പക്ഷെ നക്ഷത്ര അധികാരത്തിൽ വരും. തനിക്ക് പാർട്ടിയില്ലെന്ന് പറയണം. എനിക്ക് പാർട്ടിയില്ലെന്നല്ലേ പറഞ്ഞ. ഇപ്പൊ എനിക്ക് തനിക്ക് പാർട്ടിയെ പറ്റി കാണാമില്ലടോ. എനിക്ക് പാർട്ടിയില്ല, ഒരു ഒന്നുമില്ല. ചാനലും എനിക്ക് വേണം. പ്രേക്ഷകർ കാണുക. പാർട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതേ എംബ്ലം വെച്ചിരിക്കുന്നത്. എന്ത് നാണം കെട്ട പരിപാടിയാണ്. കിരൺ രാഷ്ട്രീയമില്ലെന്ന് പറയുന്നു. എന്നെ ജനങ്ങൾക്കറിയാം. എനിക്ക് തുറന്നു കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ തുറന്നു കാണിക്കും. കിരണിന്റെ രാഷ്ട്രീയം കണ്ടോ? രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ കിരണിന്റെ വയറ്റത്തെ കാൽപ്പത്തി ചിഹ്നം കണ്ടോ? കാൽപ്പത്തി ചിഹ്നമല്ല. ഞാനൊരു കള്ള വാർത്ത കൊടുത്തായിരുന്നു. അവരെല്ലാം കൂടെ ഒന്ന് ചവിട്ടിയതാണ്. എന്തൊക്കെയാണെങ്കിലും സ്വന്തം പാർട്ടി ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നെഞ്ചത്തൊക്കെ ഈ ചിഹ്നങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത്. ഇനി ഈ ചാനലിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ രാജിക്കത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാണ്. രാഷ്ട്രീയം മനസ്സിലായി. അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചെമ്പരത്തി പൂവിന് വേണ്ടി സംസാരിച്ചെന്ന് എനിക്ക് ചെമ്പരത്തി ജയിച്ചല്ലോ. ജനങ്ങൾക്ക് അനുഭവിക്കാലോ. രാഷ്ട്രീയം വ്യക്തമായി ഞങ്ങൾക്ക്. പരമ കഷ്ടം. ഇവിടെ ന്യൂസ് തുടങ്ങിയപ്പോ പറഞ്ഞ് നമ്മൾ ആരും പാർട്ടിയുടെ അനുഭാവികളല്ലെന്ന്. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ നിങ്ങൾ 3 പേരും ഓരോ പാർട്ടിയുടെ അനുഭാവികൾ. അല്ല, നമുക്ക് ഇപ്പൊ ന്യൂസ് ആണല്ലോ മെയിൻ. സാർ, അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. സാറെ, കറ്റനത്തെ ഒരു കുടുംബത്തെ ബാങ്ക് ജപ്തി ചെയ്ത് വീടിന് വെളിയിറക്കി നിർത്തിയിരിക്കുക. അവർ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിയായിക്കൊണ്ടിരിക്കുക. അയ്യോ, അവരിപ്പോഴും വീടിന് പുറത്തേക്കാണ്. അതെ, ഒരു കാര്യം ചെയ്യും. തിരുവനന്തപുരത്തുള്ള എന്റെ വീട്ടിൽ അവരെ കെട്ടി താമസിപ്പിച്ചോ. സാർ, എത്ര വലിയ മഹാ മനസ്കാരം ഞാൻ വിചാരിച്ചില്ല. അയ്യോ, വലിയ മനസ്സുള്ളതുകൊണ്ടല്ല. നമുക്ക് എന്തായാലും 1 മാസം കടിച്ചു പോകാനുള്ള വാർത്ത ഇലക്ഷനിൽ തന്നെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവരടിച്ച് വെളിയിലോട്ടിറക്കാം. എന്നിട്ട് നമുക്ക് കത്തിച്ച് കയറ്റാ വാർത്ത. ഇതാണ് ന്യൂസ് ചാനലിന്റെ ഒരു ദുർഗതി. വരുമ്പോ എല്ലാ വാർത്ത കൊണ്ട് ഒരുമിച്ച് വരും. വന്നില്ലെങ്കിൽ ഒരു പുണ്ണാക്കം വരൂല. പരമ കഷ്ടം തന്നെ. കിരണേ, വയനാട്ടിൽ നിന്ന് ഒരു രാജു മെസ്സേജ് വിട്ടിരിക്കുന്നു. നിനക്കൊക്കെ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോയിക്കൂടെ? അയ്യോ, എനിക്കും ഇതുപോലെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. കട്ടപ്പാരടുത്ത് കക്കാൻ പോടാന്ന് എനിക്കും വന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് മാത്യു അയച്ചേക്കുന്ന മെസ്സേജ്, ഈ പണി വിട്ടിട്ട് വല്ല കൂലിപ്പണിക്കും പോയി ജീവിച്ചൂടെ എന്ന്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനിയും പുതിയ പുതിയ വാർത്തകളായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. അതെ, ഒരു പ്രശ്നമില്ലാത്ത കുടുംബത്തിക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കിയ പുതിയ വാർത്തയായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്ക് സുഖനിദ്ര. ഗുഡ് ബൈ. ഞാൻ പറഞ്ഞില്ലടാ എന്റെ പാർട്ടി. നിങ്ങളല്ലേ എന്റെ പാർട്ടി.